ഹായ്. അപ്പോൾ ഇതാ ഇന്ന് ഞങ്ങൾ മലപ്പുറത്തോട്ടാട്ടോ പോണത്. അപ്പോൾ അനിയത്തിയും കുട്ടികളും ഉമ്മയും ഉപ്പിയൊക്കെ മലപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളോടും വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളും വരി, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓര് വിളിച്ചതാട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ മലപ്പുറത്തേക്കാണ് പോണത്. അവിടെ എത്തിയിട്ടില്ല കേട്ടോ. വഴിയിൽ നിന്ന് ഇങ്ങനെ വിളിക്കണുണ്ട്, നിങ്ങൾ എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കൊണ്ട് ഇന്ന സ്ഥലത്ത് എത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങളങ്ങനെ പോവാട്ടോ. അപ്പം അതാ നമ്മൾ മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം അനിയത്തിയും കുട്ടികളും ഉമ്മയും ഉപ്പയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഓല് നേരത്തെ എത്തിയോണ്ട് തന്നെ ഓല് കയറിയിട്ടുണ്ട്. ഓലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കയറിക്കോളി, ഞങ്ങൾ വന്നിട്ട് ഞങ്ങളും കയറാം ബാക്ക് കൂടെ എന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കറിഞ്ഞു നിങ്ങൾ ഇജും കുട്ടികളും അവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാണ്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. ഒരു കുട്ടിക്ക് 4 വയസ്സുള്ളൊരു കുട്ടിക്ക് മുതലായിട്ടോ അവിടെ ടിക്കറ്റ് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാക്കണം വെറൈറ്റി ഫിഷ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പലതരം ഫിഷ് ആട്ടോ. അപ്പോൾ നീച്ചു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പേരെന്താന്ന്. നീച്ചുവിനാണെങ്കിൽ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കത് കാണൂല, കുറച്ച് ഏകരത്തായിട്ടല്ലേ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്കോളെടുത്തുകാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടല്ല കേട്ടോ എല്ലാതും കാണിച്ചു കൊടുക്കണത്. എന്താ അല്ലേ ഭംഗി കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അതിലൊക്കെ പോയി ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ഇതങ്ങനെ പോവാട്ടോ. ഈ മീനിൻ്റെ ഒക്കെ ഒരു വലിപ്പേ, ഇത് ആമയാണ് നോക്കണണ്ടില്ലേ. പാമ്പ് എനിക്ക് കണ്ടപ്പോൾ തന്നെ പേടിയായിട്ടോ. ഞാൻ പറഞ്ഞു വേഗം പോരി, എനിക്ക് കാണാൻ തന്നെ കഴിയണില്ല പാമ്പിനെ കണ്ടിട്ട്. വേണ്ടില്ലേ വെറൈറ്റി ഒരു ഫിഷ്. പിന്നെ ഇതാ മത്സ്യക്കന്യക കേട്ടോ. അത് കുറേ നേരം ഞങ്ങളിങ്ങനെ മത്സ്യക്കന്യക തന്നെ നോക്കി നിന്നു. 2 മത്സ്യക്കന്യക കണ്ടു കേട്ടോ. ഒന്ന് അതിൻ്റെ വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ പോരുന്ന വരെ താഴോട്ട് ഇറങ്ങിയിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ നേരം ഈ മത്സ്യക്കന്യകൻ്റെ അടുത്ത് നോക്കിയിരുന്നു കണ്ടതാ റോബോട്ടിൻ്റെ അടുത്ത് നിന്ന് നിബുന്നിച്ചുകൊണ്ട് പോരണ്ടേ. കുറേ നേരം റോബോട്ടിൻ്റെ അടുത്ത് നോക്കിയിരുന്നു കണ്ട് അങ്ങനെ സമയം പോയിട്ടോ. നല്ല രസമാണല്ലോ അതിൻ്റെ കാട്ടിൽ കാണാൻ. ഒരിക്കാണെങ്കിൽ പേടിയില്ല കേട്ടോ. നിച്ചുവിനാണെങ്കിലും നിബുവിനാണെങ്കിലും എല്ലാ കുട്ടികളും അത് വരുമ്പോൾ ഓടുകയാണ്. ഇവർക്കുണ്ടോ പേടി? ഇതാ കൊണ്ട് ഒരാൾ റോബോട്ടാവാണ്. ഇവിടെ പലതരം നമ്മളെ മിഠായികളാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് കുറേ മിഠായികൾ ഉണ്ടായിരുന്നല്ലോ. അന്നത്തെ കാലത്ത് കുറേ മിഠായികളുണ്ട് കേട്ടോ. എനിക്ക് വാങ്ങാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ ഒരു നിച്ചുവിനൊരു പൈസൻ്റെ ഒരു മിഠായി മതി ഇറങ്ങാണ്ട് അതാട്ടോ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മസാലക്കടലയും മറ്റേ പച്ചക്കടല ഉണ്ടല്ലോ, ആ കടലയും വാങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ പൈസൻ്റെ മിഠായിന്ന്, അതാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മറ്റേ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് അങ്ങനെ പോവാട്ടോ. ഭയങ്കര തിരക്കായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് എത്തി. ഫുഡിൻ്റെ അവിടെ ഒന്നും ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതാ പാർക്കൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പാർക്കൊക്കെ എത്തിയപ്പോൾ നീച്ചുങ്ങനെ ചോദിക്കുന്നുണ്ട് അതിൽ കയറണോ ഇതിൽ കയറണോ. പക്ഷേ ഓക്കൊക്കെ പേടിയാട്ടോ. അപ്പോൾ ഓളോട് ചോദിച്ചു എന്തിലേലൊക്കെ കയറണോ ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട കയറണ്ട ഇറങ്ങാൻ നിൽക്കട്ടോ. ഇതാട്ടോ അനിയത്തിൻ്റെ കുട്ടി നോവയാണത്, ഉപ്പയുണ്ട്. പിന്നെ അതാ നിച്ചുന്നീബും കൂടെ നോവിനും കളിപ്പിച്ചിങ്ങനെ ഇരിക്കണു ഓരോന്ന്. ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പോയിക്കാണ്ട് ജ്യൂസ് വാങ്ങിക്കൊടുത്തിട്ട്. അപ്പോൾ അത് നോവക്ക് കൊടുക്കണം ഓല്.
പിന്നെ നിച്ചുവിനെയും നിബുവിനെയും അതേമാതിരി മറ്റേ അനിയത്തിൻ്റെ കുട്ടീൻ്റെ പേര് ലിച്ചു കേട്ടോ. ഓലെ 3 ആളെയും കൂടി ഇതിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓലെ ഏതിലും കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നിൽക്കുന്നു. അപ്പോൾ എന്തിലേലും കയറിക്കോളി ഇറങ്ങാണ്ട് പോലെ ഏമിച്ച് കയറ്റിയ മാതിരി കേട്ടോ. ഇതിൽ കയറിയിട്ടില്ല. നിബുവിന് പിന്നെ എല്ലാത്തിലും കയറാനൊക്കെ ധൈര്യമുണ്ട്. നിബുവിനോട് പറഞ്ഞു തൽക്കാലം പറ്റി കയറണ്ട, ഓനക്കാണെങ്കിൽ പനി വല്ലാതെ വിട്ടിട്ടില്ല, 2 ദിവസമായിട്ടൊക്കെ പനിയായിരുന്നു. അപ്പോൾ പിന്നെ ഓനെ ഇതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ കയറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ പേടി കേട്ടോ. കുറേ മുന്നേ ഞാൻ ഇതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആ പേടി ഇതുപോലെ തന്നെ എനിക്ക് മാറിയിട്ടില്ല കേട്ടോ. പള്ളൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാളിച്ച് വരുമല്ലോ. അപ്പം ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടുണ്ടായില്ല. കുറേ നേരം അവിടെ നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു കേട്ടോ. പോരുന്ന വഴിയിൽ നിന്ന് ഇതേമാതിരി നിബുവും പറഞ്ഞു, ഉമ്മച്ചി എനിക്ക് കുറച്ച് മീൻ വാങ്ങിത്തരുമോ നമ്മളെ അക്വേറിയത്തേക്ക് ഇടാനും വേണ്ടിയെന്ന് പറഞ്ഞിട്ട് ഇതാ നിബു ഈ മീനായിട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മീൻ കൊടുന്നുകാണ്ട് ഈ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.